ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിനോട് ഏവർക്കും സ്വാഗതം. ചെന്നൈ ഡൽഹി IPL ഇന്ന് നടന്ന മത്സരത്തിൽ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതും ഈ ചെന്നൈയുടെ വിജയമോ ഡൽഹി വിജയമോ ഒന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം. സഞ്ജുവിന്റെ പ്രകടനം തന്നെയാണ്. അത് ഇന്ത്യയിലുള്ള എല്ലാവരും അത് തന്നെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. തുടർച്ചയായ 3 കളിലും 2 അക്കം കാണാതെ സഞ്ജു പുറത്തായതിന്റെ നിരാശ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കളിയിൽ സഞ്ജുവിന്റെ പ്രകടനത്തെ എല്ലാവരും നോക്കി നിരുന്നത്. അത് തകർപ്പൻ ഒരു സെഞ്ചുറിയോടെ തന്നെ, തകർപ്പൻ പ്രകടനത്തോടെ അദ്ദേഹം അത് എല്ലാവരുടെയും മനസ്സ് നിറച്ചു എന്ന് തന്നെ പറയാം. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത 20 ഓവറിൽ 212 റൺസാണ് സ്കോർ ചെയ്തത്, 2 വിക്കറ്റ് നഷ്ടത്തിൽ. ശരിക്കും പറഞ്ഞാൽ 2 വിക്കറ്റ് നഷ്ടമായിട്ടില്ല. ഋതുരാജ് ഗെയ്ക്വാദ് 15 റൺസ് എടുത്ത് ഔട്ടാകുകയായിരുന്നു 18 ബോളിൽ. അതിനുശേഷം വന്ന നമ്മുടെ ആയുഷ് മാത്രയും സഞ്ജു സാംസണും കൂടെ മികച്ച പ്രകടനത്തോടെ മുന്നോട്ട് പോയെങ്കിലും ഒരു 15 ഓവറിന് ശേഷം ഒരു 16-17 ഓവറിൽ ആയുഷ് മാത്രയും സഞ്ജുവിനും മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല. കാരണം ഡൽഹി ബൗളർമാർ കിഡിലൻ യോർക്കറുകൾ എറിഞ്ഞ് അവരുടെ റൺസ് സ്കോറിങ് മെല്ലെയാക്കി. അത് ചെന്നൈ ക്യാമ്പിനെ ഒന്ന് ഉലച്ചു. അതുകൊണ്ട് തന്നെയാണ് ആയുഷ് മാത്രേനെ അവർ റിട്ടയർഡ് ഔട്ടാക്കിയത്. അങ്ങനെയാണ് ശിവൻ ദുബെ കയറി വരുന്നത്. അപ്പം ആയുഷ് മാത്രേ 59 റൺസ് 36 ബോളിൽ അദ്ദേഹം നേടിയിരുന്നു. അതിനുശേഷം വന്ന ശിവൻ ദുബയ്ക്കും തുടക്കത്തിൽ ഒന്ന് പതറിയെങ്കിലും അവസാനം നല്ല പടുകൂറ്റൻ സിക്സിലൊക്കെ പായിച്ച് 10 ബോളിൽ 20 റൺസ് എടുത്ത്. അങ്ങനെയാണ് സഞ്ജുവിന്റെ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിഡിലൻ പ്രകടനമാണ്. കാരണം ഒരു ലെവലിലാണ്. ഒരു മോശം ഷോട്ടുകളൊന്നും സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആയുഷ് മാത്രയ്ക്ക് കുറേ ലൈഫ് കിട്ടിയായിരുന്നു. റൺഔട്ടിൽ നിന്നും കുറെ 2-3 ക്യാച്ച്. സഞ്ജുവിനും ഒരു ലൈഫ് ഉണ്ട് കേട്ടോ. സഞ്ജുവിന് ഒരു ക്യാച്ച് മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സഞ്ജു 56 ബോളിൽ 115 റൺസാണ് സ്കോർ ചെയ്തത്. 15 ഫോറും. അതാണ് സഞ്ജുവിന്റെ ഇന്നത്തെ കളിയിലെ എടുത്തു കാണേണ്ടത്. 15 ഫോറാണ്, 4 പടുകൂറ്റൻ സിക്സും. അങ്ങനെയാണ് നമ്മുടെ ചെന്നൈ സഞ്ജുവിന്റെ ഈ മികച്ച പ്രകടനത്തോടെ 20 ഓവറിൽ 212 റൺസ് സ്കോർ ചെയ്തത്. ഇന്ന് ബ്രാവിസ് ഒക്കെ ടീമിലുണ്ടെങ്കിലും അവർക്കൊന്നും ഇറങ്ങാൻ സാധിച്ചില്ല. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരും ആഗ്രഹിച്ച് നടന്നു. ലോകകപ്പിൽ സാധിക്കാതെ പോയ സഞ്ജു ചെന്നൈക്ക് വേണ്ടി ഇവിടെ ആ സെഞ്ചുറി കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ലോകകപ്പിൽ എങ്ങനെയാണോ ആദ്യം റൺസ് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതേപോലെ തന്നെ ഇവിടെയും ചെന്നൈക്ക് ആദ്യം 2-3 കളിയിൽ റൺസ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി അങ്ങോട്ട് സഞ്ജുവിന്റെ ദിനമായിരിക്കും. സഞ്ജുവിന്റെ മാരക പ്രകടനമായിരിക്കും. അടുത്തുള്ള കളികളിലെല്ലാം സഞ്ജു നല്ല റണ്ണ് കണ്ടെത്തും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അപ്പൊ ഇന്നത്തെ കളി ചെന്നൈ ബൗളർമാരുടെ കയ്യിലാണ്. അവരുടെ ഇതിനു മുമ്പത്തെ പ്രകടനം വെച്ച് നോക്കിയാൽ ഇന്നത്തെ കളിയും കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇന്നത്തെ കളി നല്ല പ്രകടനം നടത്തി തിരിച്ചു വരാൻ കഴിയട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് നോക്കാം ബാക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.